കൈയടിക്ക് ബ്രോ. രാഹുൽ ഈശ്വർ പറയുന്ന ഓരോ കാര്യങ്ങളും സത്യമായി വരികയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാന വാർത്ത, കുടുംബജീവിതം തകർത്തു. രാഹുലിനെതിരെ പരാതിക്കാരിയുടെ ഭർത്താവ്. ഈ സത്യം നിങ്ങളോട് ആദ്യം വിളിച്ചു പറഞ്ഞത് ആരാണ്? 99% മാധ്യമങ്ങളും, 99 അല്ല 100% മാധ്യമങ്ങളും അത് മറച്ചു വെച്ചില്ലേ? യഥാർത്ഥത്തിൽ ആ വ്യാജ പരാതിക്കാരി അല്ലെങ്കിൽ വ്യാജ അതിജീവിത, എന്തുകൊണ്ടാണ് വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നതെന്ന് അറിയാമോ? അതിജീവിത എന്ന വാക്കിന് ഒരു മഹത്വമുണ്ട്, അതിജീവിത എന്ന വാക്കിന് ഒരു നന്മയുണ്ട്. ആ അതിജീവിത എന്ന വാക്ക് ദുരുപയോഗം ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് വ്യാജ അതിജീവിത എന്ന് വിളിക്കുന്നത്. ആ വ്യാജ പരാതിക്കാരി, വ്യാജ അതിജീവിതയ്ക്ക് ഭർത്താവുണ്ട്, കല്യാണം കഴിച്ചതാണ്, ഇപ്പോഴും ഭർത്താവാണ്, വിവാഹമോചനം നടന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ ഭർത്താവ് പരാതി കൊടുക്കുന്നത്. ഈ സത്യം വിളിച്ചു പറഞ്ഞതിനല്ലേ എന്നെ ഇത്രയും വേട്ടയാടാൻ അവർ ശ്രമിച്ചത്? ഇല്ലാത്ത കള്ളക്കേസ് ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചത്. 16 ദിവസം ഞാൻ ജയിലിൽ കിടന്ന് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സാധനം, അതായത് ഇവർ ഈ മാധ്യമങ്ങളിലും ഈ വ്യാജ പരാതിക്കാരിയും എല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന വലിയൊരു പരാതിയുടെ, കള്ള പരാതിയുടെ ബലൂൺ ഞാൻ ചെറിയൊരു മുട്ടുസൂചി എടുത്തൊരു ഒറ്റ കുത്തിലങ്ങ് പൊട്ടിച്ചു. അതിന്റെ ദേഷ്യമായിരുന്നു എന്നോട് യഥാർത്ഥത്തിലുള്ളത്. പിന്നീട് ഇലക്ഷന് സ്ത്രീപക്ഷ സുരക്ഷ എന്ന നെറേറ്റീവ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ സ്ത്രീപക്ഷ നെറേറ്റീവാണ് തങ്ങളെന്ന് വ്യാജമായി നമ്മുടെ സാക്ഷാൽ മുഖ്യമന്ത്രി അവർകൾ വരെ, ശ്രീ പിണറായി വിജയൻ അവർകൾ വരെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ, അതിനെ ഏറ്റവും ശക്തമായിട്ട് എതിർത്തിരുന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ എതിർത്തിരുന്ന എന്നെ അറസ്റ്റ് ചെയ്താൽ അത് തീരും എന്ന ധാരണയിലാണ്. എന്തായാലും ഇപ്പോൾ ഒരു കാര്യം എല്ലാവർക്കും മനസ്സിലായല്ലോ, 99% മാധ്യമങ്ങളും മറച്ചു വെച്ചു അവർക്കൊരു ഭർത്താവുണ്ട്. ആ ഭർത്താവ് ഇന്ന് പരാതി കൊടുത്തു. ഞാൻ ഈ സത്യം വെളിയിൽ കൊണ്ടുവന്നപ്പോൾ എല്ലാ മാധ്യമങ്ങളും മറുപക്ഷത്തു നിന്ന് വേറൊരു പുതിയ കള്ളം ഉണ്ടാക്കി. 4 ദിവസമേ കല്യാണം ഉണ്ടായിരുന്നുള്ളൂ, 1 മാസത്തിനകം കല്യാണം ഒഴിഞ്ഞു എന്ന്. കല്യാണം ഒഴിഞ്ഞാൽ എങ്ങനെയാ ഭർത്താവിന് പരാതി കൊടുക്കാൻ പറ്റുക? കല്യാണം ഒഴിയുക എന്നൊരു പരിപാടിയില്ല. ഞാനേ കുറച്ച് അഹങ്കാരം പറഞ്ഞോട്ടെ, നിങ്ങൾ ഓരോ മലയാളിയിലും ചിന്തിക്കണം. രാഹുൽ ഈശ്വറിനെ പോലെ സത്യം പറയുന്ന കുറച്ചുപേരില്ലായിരുന്നെങ്കിൽ ഈ നാട്ടിലെ മീഡിയയും പോലീസും പ്രോസിക്യൂഷനും എന്തുമാത്രം കള്ളങ്ങളായിരിക്കും നിങ്ങളോട് പറയുക. ശ്രീ ദിലീപിന്റെ വിഷയത്തിൽ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ നിങ്ങളെ എത്രമാത്രം പറ്റിക്കാൻ ഞാൻ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോട് പറയുന്നത്, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരനാകാം, കോൺഗ്രസ്സുകാരനാകാം, BJP കാരനാകാം, പാർട്ടി ഉള്ളവനാകാം, ഇല്ലാത്തവനാകാം, പക്ഷെ സത്യമൊന്നൊരു കാര്യമില്ലേ? നാളെ നമ്മുടെ മക്കളും നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ സുഹൃത്തുക്കളും ഇങ്ങനെ വേട്ടയാടപ്പെടില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ വ്യാജ പരാതിയാണ് എന്ന് സൂചിപ്പിച്ച ഓരോരോ കാര്യങ്ങളായി സത്യമായി തെളിയുകയാണ്. ആ പരാതി കൊടുത്ത ചെറുപ്പക്കാരനോടൊപ്പമാണ് ഞാൻ, വേറൊന്നും കൊണ്ടല്ല. എന്താ അറിയാമോ? അവനാണ് യഥാർത്ഥത്തിൽ ഇര. ആ പാവപ്പെട്ട ഭർത്താവാണ് യഥാർത്ഥത്തിൽ ഇര. അവനോടൊപ്പമാണ്. അവന്റെ ജീവിതം തകർന്നു, അവന്റെ സമ്പത്ത് തകർന്നു. അവൻ നമ്മളെ പോലൊക്കെ ഒരു മിഡിൽ ക്ലാസ്സിൽ നിന്നും വല്ലതും ജനിച്ചു വളർന്ന ജോലി ചെയ്ത് വരുന്ന പയ്യനാണ്. അപ്പോൾ അവന് എന്താ പറയുക, അവന്റെ ജീവിതത്തിലെ സമ്പത്ത്, അവന്റെ ജീവിതത്തിൽ ഇതുവരെയുള്ള സമ്പാദ്യം വെച്ചായിരിക്കും കല്യാണം നടത്തിയത്. വീട്ടുകാരുടെ നാണക്കേട്, നാട്ടിലെ നാണക്കേട്. അതുകൊണ്ട് ആ ചെറുപ്പക്കാരനോടൊപ്പം തന്നെ നമ്മൾ നിൽക്കണം. ഞാൻ എത്രമാത്രം രാഹുൽ മാങ്കൂട്ടത്തിനോട് നിന്നോ അതിനേക്കാൾ ആ പയ്യനോടൊപ്പം നിൽക്കും. വേറൊന്നും കൊണ്ടല്ല, ഹീ ഈസ് റോങ്ഡ്, അല്ലെങ്കിൽ അവനാണ് യഥാർത്ഥത്തിൽ ഇതിലെ ഇര, അവനാണ് അതിജീവിതൻ. അവനെയും പറ്റിച്ചു, രാഹുൽ മാങ്കൂട്ടത്തിനെയും പറ്റിച്ചു. അപ്പോ യഥാർത്ഥത്തിൽ ഇതിലെ യഥാർത്ഥ വില്ലൻ ആരാണ്? നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. ഇതിലെ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ ഓരോരോ സത്യമായി വെളിയിൽ വരികയാണ്. ഈ സത്യം പറയുന്നത് രാഹുൽ ഈശ്വറിനെ പോലെ 1% ആൾക്കാർ മാത്രമാണ്. 99% ആൾക്കാരും അപ്പുറത്ത് നിന്ന് കള്ളം പറയുകയാണ്. അതായത് വേട്ടനായികളെ പോലെ ആൾക്കാരുടെ മേലിൽ ആക്രമിക്കുമ്പോൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്, കല്ലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുകയാണ്, വീണ് കിടക്കുന്നവനെ ചവിട്ടാൻ ശ്രമിക്കുകയാണ്. എന്നെ പോലെ 1% ആൾക്കാർ, നമ്മളെ പോലെ ഇത് കാണുന്ന, ഇതിനെ പിന്തുണയ്ക്കുന്ന സത്യസന്ധരായ 1% ആൾക്കാർ മാത്രമാണ് ഇതിനെതിരെ പോരാടുന്നത്. ആ 1%ത്തിലാണ് ഏതൊരു രാജ്യത്തിന്റെയും ഭാവി. ആ 1%മാണ് ഏതൊരു രാജ്യത്തെ മുമ്പോട്ട് നയിക്കേണ്ടത്. ആ 1%മാണ് മഹാത്മാഗാന്ധി കാണിച്ചു തന്ന അദ്ദേഹത്തിന്റെ പാത. അതാണ് എക്ല ചലോരെ എന്ന അദ്ദേഹത്തിന്റെ, ഒറ്റയ്ക്കാണെങ്കിലും ബാക്കി ആരും കൂടിയില്ലെങ്കിലും സത്യത്തിന്റെ പാതയിൽ പോകുക എന്ന രാഷ്ട്രപിതാവ് പഠിപ്പിച്ച യഥാർത്ഥ കാര്യം. നമുക്ക് ആ 1% ആകാം. ഈ കള്ള പരാതികൾക്കെതിരെ, വ്യാജങ്ങൾക്കെതിരെ നമുക്ക് പ്രതിരോധം ഒരുക്കാം. ഈ വിഷയത്തിന്റെ സത്യം മനസ്സിലാവും. ഇപ്പോഴെങ്കിലും ആൾക്കാർക്ക് സത്യം മനസ്സിലായി എന്ന് കരുതുന്നു. രാഹുൽ ഈശ്വർ മാത്രമാണ്, അല്ലെങ്കിൽ എന്നെ പോലെ 1% മാത്രമാണ് യഥാർത്ഥത്തിൽ ഇത് നടക്കുന്നത് വ്യാജ പരാതികളാണെന്ന് ചൂണ്ടിക്കാണിച്ചത്. യഥാർത്ഥത്തിൽ ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചത്, ഇപ്പോഴും ഡിവോഴ്സ്ഡ് ആയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചത്. അതെല്ലാം സത്യമായി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഇത് കാണണം. സത്യമേവ ജയതേ. സത്യത്തിന് വേണ്ടി നമ്മൾ പോരാടണം. നമ്മളെ കുറച്ചു കാലം ജയിലിലൊക്കെ ഇടുമായിരിക്കും, പക്ഷെ ആത്യന്തികമായി നീതിയും സത്യവുമുള്ള ഒരു രാജ്യം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും. നമ്മൾ അതിനുവേണ്ടി എടുക്കുന്ന ത്യാഗങ്ങളാണിത് എന്ന തിരിച്ചറിവ് നമുക്ക് വേണം. സത്യമേവ ജയതേ.